ഏറെ. നമസ്കാരത്തിന്റെ അവസാനം വരെ കൗബയെ മനസ്സിൽ കരുതണം എന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ തെറ്റുണ്ടോ? ഇ.പി. മുഹമ്മദ് കുരുവിശ്ശേരിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. കഅബയെ മനസ്സിൽ കരുതുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷേ കഅബയെ മനസ്സിൽ കരുതണം എന്നില്ല, നിർബന്ധമില്ലല്ലോ. നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക, നിസ്കരിക്കുക. കഅബയുടെ മുന്നിലാണ് നാം നിയ്യത്ത് വെക്കുമ്പോൾ ഉസല്ലി ഫർദ സ്വലാത്തുൽ ളുഹരി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഖിബ്ലയുടെ നേരെയാണ് എന്ന ഒരു ബോധം നമുക്ക് വരികയാണ്. അപ്പോൾ കഅബാലയത്തിന്റെ മുമ്പിലാണ് എന്ന ഒരു ധാരണയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഭാഗത്തൊക്കെ സഹാബികൾ പറയുന്നുണ്ട്, ഞാൻ പരലോകത്താണ്, അല്ലെങ്കിൽ എൻ്റെ വലതുഭാഗത്ത് സ്വർഗമാണ്, ഇടതുഭാഗത്ത് നരകമാണ്, പുറകിൽ അസ്റായിലാണ്, ഞാൻ ചവിട്ടിയിരിക്കുന്നത് സിറാത്തു പാലത്തിലാണ്, ഞാൻ കഅബാലയത്തിന്റെ മുമ്പിലാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ കുറേ സൂക്ഷ്മതയും കുറച്ച് ഭയവും ഒക്കെ കടന്നു വരികയും അറിയാതെ ചിലപ്പോൾ നിസ്കാരത്തിൽ കരഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടി മനസ്സിൻ്റെ അകത്ത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയുള്ള ചിന്തകൾ, കഅബയാണ് അല്ലെങ്കിൽ സ്വർഗമാണ് പരലോകമാണ്, അതൊക്കെ ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് വന്ന് അർത്ഥമറിഞ്ഞ് ഫാത്തിഹ ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഇതുണ്ട്. അല്ലാതെ നിസ്കാരം തുടങ്ങിയാൽ തീരുന്നത് വരെ കഅബയെ തന്നെ മനസ്സിൽ കരുതണം എന്നുമില്ല. മരണ വീട്ടിൽ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഖുർആൻ ഓതാൽ നിർത്തണം എന്നുണ്ടോ? തസ്നീന മലപ്പുറത്ത് നിന്നുമാണ് ചോദിച്ചത്. മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയം ഖുർആൻ ഓതൽ നിർത്തണം എന്നെങ്ങും പറഞ്ഞിട്ടില്ല. ഇത് വന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ചിലപ്പോൾ ദറസിലെ മുത്തഅലിമീങ്ങളെ അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിലെ യതീമക്കളെ കൊണ്ടുവന്നിരുത്തി ഖുർആൻ ഓതിപ്പിക്കും. അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഇനി മതി, മയ്യത്തിനെ കുളിപ്പിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ അതുവരെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് ഓതിയ മക്കൾ അന്നേരം ഖുർആൻ മടക്കി വെച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇറങ്ങുമ്പോൾ ഇത് കാണുന്ന സഹോദരിമാർ വിചാരിക്കുന്നത് എന്താ, അപ്പം മയ്യത്തിനെ എടുക്കുന്നത് വരെ മാത്രമേ ഓതാൻ പാടുള്ളൂ, കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഖുർആൻ ഓതാൻ പാടില്ല, പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓതാൻ പാടില്ല. അതൊക്കെ തെറ്റാണ്. ആ സമയത്തൊക്കെ ഖുർആൻ ഓതാം, യാതൊരുവിധ പ്രശ്നവും അത്